അതിലംഘിക്കാൻ, അതിനെ അതിജീവിക്കാൻ നിങ്ങളുടെ ഈ വിദ്യാഭ്യാസം തുണയ്ക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാണ് ശ്രീനാരായണ ഗുരു, മാതാജി ഉൾപ്പെടെയുള്ളവർ അതിന് മുമ്പ് കവിതകളിലൂടെയൊക്കെ ചിന്തിച്ച വിഷയം. എന്താണ് വിദ്യാഭ്യാസം? എന്തിനെ നിങ്ങൾക്ക് അച്ഛനമ്മമാർ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നു? എത്ര പ്രയാസപ്പെട്ടാണ് നിങ്ങളെ വിദ്യാഭ്യാസം ചെയ്തെടുക്കാൻ അവർ വിഷമിക്കുന്നത്. പക്ഷേ അവരുടെ ത്യാഗവും വിഷമവും സങ്കടവും പ്രതീക്ഷയും എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് സംഘടനകൾക്കും രാഷ്ട്രീയത്തിനും ആശയത്തിനും അടിമപ്പെട്ട് ജീവിതം സ്വതന്ത്രമായി ഒരുപക്ഷെ ജീവിതത്തിൻ്റെ സർവ്വ എസൻസും ഇല്ലാതാക്കി കളയുന്ന ഏതെങ്കിലും ഒരു തുരുത്തിൽ ഒഴുക്കിലകപ്പെട്ട പൊങ്ങുതടി പോലെ ചെന്ന് അടിയേണ്ട ഒരു സാഹചര്യം പലപ്പോഴും ഓരോ വ്യക്തിക്കും സംഭവിക്കും. പക്ഷെ അവിടെയൊക്കെ വിദ്യാഭ്യാസം എങ്ങനെ തുണയ്ക്കും? ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവൻ മധുരമായ നർമ്മം കലർത്തിയ ഒരു ഉദാഹരണം പറയുകയുണ്ടായി. വിദ്യാഭ്യാസം പുട്ടുണ്ടാക്കുന്നത് പോലെയാണ് എന്നാണ് ഗുരു പറയുന്നത്. ഞാൻ എറണാകുളത്ത് ആശ്രമത്തിലാണ്, ചിലപ്പോഴൊക്കെ എളുപ്പത്തിൽ പുട്ടാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. കറിയൊന്നും ഇല്ലെങ്കിലും പുട്ടുണ്ടാക്കി വേഗം കഴിയുന്നു. തേങ്ങ തീരയൊക്കെ ഇട്ട് പിന്നെ അരിപ്പൊടി ഇട്ട് ഒരു കുറ്റിക്കകത്ത് അത് 2-3 സ്ഥലത്ത് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ലെയർ അത് കൂടുതൽ ആവി കയറാനൊക്കെ ആയിട്ടാണ്. നമുക്കറിയാം പല പല സബ്ജക്റ്റുകളാകുന്ന തേങ്ങയും അരിപ്പൊടിയുമൊക്കെ മനസ്സിൽ കുത്തി നിറച്ച് യൂണിവേഴ്സിറ്റി പരീക്ഷാ പേപ്പറിൽ കുത്തി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ആ കുറ്റി കാലിയാകുന്നത് പോലെ കാലിയാകുകയാണോ നിങ്ങൾ എന്ന് ഗുരു ചോദിക്കുകയാണ്. ചിന്തിക്കണം. വെറും ഒഴിഞ്ഞ പുട്ടുകുറ്റി പോലെ ആയിത്തീരുന്ന മനസ്സുമായി കലാലയത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന നിങ്ങൾ ജീവിതത്തിൽ 10,000-കണക്കിന് പ്രതീക്ഷകളുമായി പണ്ടും ഇന്നും ഒക്കെ പ്രണയിക്കുകയും അല്ലാതെ കണ്ട് കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യും. ഇതിന് രണ്ടിനെക്കുറിച്ചും എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല.